പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്രകാരമാണ് അവിടുത്തെ വലിയ കരുണ വർഷിക്കുന്നത്. പല അവസരങ്ങളിലും കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കരുണ തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും ദൈവത്തിനെതിരെ പാപം ചെയ്തു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവ് ആ ഒരു അവസ്ഥയിൽ പോലും പശ്ചാത്തപിച്ച് അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ എപ്രകാരമാണ് നമ്മൾ ഓരോരുത്തരെയും അവിടുന്ന് ചേർത്ത് പിടിക്കുക. നമുക്കേറെ പരിചിതമായ ഒരു ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളിൽ ധൂർത്തപുത്രൻ്റെ ഉപമ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഒത്തിരിയേറെ തവണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വചനഭാഗമായതുകൊണ്ട് നമ്മളിന്ന് അത് വായിക്കുന്നില്ല. പക്ഷേ അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുക. ആ ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ ദൈവം എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നൽകിയിട്ടുള്ളതാണ്. ആവശ്യത്തിനേറെ സമ്പാദ്യം അവർക്കുണ്ടായിരുന്നു. എന്ന് ചോദിച്ചാണ് കൊടുക്കാൻ വേണ്ടി ഒരു പിതാവ് അവനുണ്ടായിരുന്നു. അവനൊരു സഹോദരനുണ്ടായിരുന്നു. എന്നിട്ടും അവൻ്റെ മനസ്സിൽ അറിയാതെ ഒത്തിരിയേറെ ദുരാശകൾ കടന്നു വന്നപ്പോൾ അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ പിതാവിനോട് പറയുകയാണ്, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. യഹൂദരുടെ ഇടയിൽ ഒരിക്കലും പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ പിതാവിനോട് സ്വത്ത് ചോദിക്കുന്നത് പതിവുള്ള ഒരു കാര്യമല്ല. എന്നാൽ ഇവിടെ ഈ ധൂർത്തപുത്രൻ തൻ്റെ പിതാവിനോട് തൻ്റെ സ്വത്ത് ഭാഗിച്ചു തരിക എന്ന് പറയുമ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ തൻ്റെ പിതാവ് മരിച്ചതായിട്ട് പോലും അവൻ കണക്കാക്കി എന്നുള്ളതാണ്. അവനെ അതിയായി സ്നേഹിച്ച ഒരു പിതാവിൻ്റെ മുമ്പിലാണ് എനിക്ക് സ്വത്ത് ഭാഗിച്ചു തരണമെന്ന് ഈ മകൻ ആവശ്യപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര സന്തോഷത്തോടെയാണ് ആ മക്കളെ ആ പിതാവ് നോക്കിയിട്ടുണ്ടാവുക. അവർക്ക് ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ട് അവരുടെ ഒരു ആഗ്രഹത്തിന് പോലും എതിര് നിൽക്കാത്ത ഒരു പിതാവ്. ആ പിതാവിനോട് ഈ മകൻ ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ തീർച്ചയായും ആ സമൂഹം മുഴുവൻ എന്തായിരിക്കും തൻ്റെ മക്കളെക്കുറിച്ച് ചിന്തിക്കുക? അതായിരിക്കില്ലേ ആ പിതാവും ചിന്തിച്ചിട്ടുണ്ടാവുക. എങ്കിലും തൻ്റെ മകൻ്റെ ആഗ്രഹം അതേ നടത്തി കൊടുക്കുകയാണ്. സന്തോഷത്തോടെയല്ല, ഒത്തിരിയേറെ വേദനയോടെ. കാരണം തൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ മകനെന്ന് ആ പിതാവിന് അറിയാമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ അവൻ അകന്നു പോകുന്ന ഒരവസരമാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ പിതാവ് അവന് ആ സ്വത്ത് ഭാഗിച്ചു കൊടുക്കുക. അതെന്നെ യാതൊരു ആവശ്യവും അവനില്ല. അവന് ആവശ്യമുള്ളതെല്ലാം ആ പിതാവ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും അതിൽ മതിയാവാതെ എന്താണ് ആ പുത്രൻ ചെയ്തത്? തൻ്റെ പിതാവിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരാവശ്യം ഉന്നയിക്കുന്നു. മറുത്തൊന്നും പറയാതെ ആ പിതാവ് അവന് ആവശ്യമായതെല്ലാം നൽകി. തനിക്ക് കിട്ടിയതുമായി അവൻ ദൂരദേശത്തേക്ക് പോവുകയാണ്. എന്നാൽ അവൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി അവിടെ വലിയൊരു ക്ഷാമം കടന്നു വന്നപ്പോൾ താൻ ദൂർത്തടിച്ച് ജീവിച്ചത് തെറ്റായിപ്പോയി എന്ന ഒരു തിരിച്ചറിവിലേക്ക് ആ മകൻ കടന്നു വരുന്ന രംഗമാണ് നമ്മൾ പിന്നീട് കാണുക. തൻ്റെ കയ്യിലുള്ളതെല്ലാം അവസാനിച്ചപ്പോൾ ആ ദേശത്തെ ഒരു പൗരൻ്റെ ഭവനത്തിൽ അഭയം തേടി. തനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം,
തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് തിരികെ പോകുവാൻ തനിക്കാവില്ല. പിതാവിനോട് ഒത്തിരിയേറെ ദേഷ്യപ്പെട്ട് തനിക്ക് അവകാശപ്പെട്ടതെല്ലാം വാങ്ങി തിരിച്ചു പോകുന്ന മകനാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും തൻ്റെ പിതാവിനെ ഒന്ന് നോക്കി കാണുവാൻ ആ മകന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ദേശത്തെ ആ പൗരൻ്റെ അടുക്കൽ അവൻ അഭയം തേടി. ആ പൗരൻ നോക്കിയിട്ട് തൻ്റെ ഭവനത്തിൽ അവന് കൊടുക്കാൻ പറ്റിയ ഒരു ജോലിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ പന്നിയെ മേയ്ക്കുവാൻ വേണ്ടിയാണ് അയക്കുന്നത്. തൻ്റെ ഭവനത്തിൽ പോലും ഭൃത്യന്മാർ എത്ര സുഭിക്ഷമായി ഭക്ഷിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഇതാ അന്യദേശത്ത് ഒരു പന്നിക്കൂട്ടത്തിലേക്കാണ് തന്നെ അയച്ചത് എന്നോർത്തപ്പോൾ ഒത്തിരിയേറെ വിഷമം ആ മകന് തോന്നിയിട്ടുണ്ടാകണം. പതിയെ പതിയെ അവൻ വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരവസരത്തിലെത്തിയപ്പോൾ പന്നികൾക്ക് കൊടുക്കുന്ന തവിടെങ്കിലും കഴിച്ച് വിശപ്പടക്കാമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ പതിയെ സുബോധത്തിലേക്ക് കടന്നു വന്നത്. തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ഭൃത്യന്മാരാണ് സുഭിക്ഷമായി ഭക്ഷിച്ച് ജീവിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും മുഖത്ത് ഞാൻ എപ്പോഴും കാണാറുള്ള കാഴ്ച സന്തോഷത്തിൻ്റെതായ ഒരു കാഴ്ചയാണ്. കാരണം തൻ്റെ പിതാവ് അവരെ എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചിരുന്നു. അവർക്ക് ആവശ്യമായതെല്ലാം നൽകുന്ന ഒരു സ്നേഹനിധിയായ പിതാവാണ് തനിക്കുണ്ടായിരുന്നത്. എന്നാൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളിൽ ആ പിതാവിൻ്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞില്ല. എനിക്ക് ആവശ്യമായതെല്ലാം ഒരു കുറവുമില്ലാതെ അവൻ നൽകിയിട്ടുണ്ട്. പക്ഷെ അതുപോലും തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നോർത്തപ്പോൾ ആ മകൻ്റെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാണുക. പതിയെ പതിയെ അവൻ തൻ്റെ കുറ്റം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. ഇനി ഒരിക്കലും ആ പിതാവിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അത്രയധികം സ്നേഹിക്കുന്ന എൻ്റെ പിതാവിനെ ധിക്കരിച്ച് ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ആ പിതാവിനോട് ഒന്നും ചോദിക്കാൻ സാധിക്കില്ല. എങ്കിലും എൻ്റെ ഇവിടുത്തെ അവസ്ഥ ഞാൻ പരിഗണിക്കുമ്പോൾ അവൻ്റെ ഭവനത്തിൽ ഒരു വൃദ്ധനായിട്ട് പോലും എന്നെ ഇന്ന് എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് സുഭിക്ഷമായി ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ പിതാവിൻ്റെ അടുക്കിലേക്ക് തിരികെ പോകുവാൻ അവൻ തീരുമാനമെടുക്കുകയാണ്. അപ്പോഴെല്ലാം അവൻ മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ പിതാവിനെ ഞാൻ കാണുമ്പോൾ അവൻ്റെ കാൽക്കൽ പിടിച്ചുകൊണ്ട് ഞാൻ അവനോട് അപേക്ഷിക്കും, നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത എനിക്കില്ല, നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ കണക്കാക്കണമേ. അങ്ങനെ തൻ്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ആ മകൻ പിന്നീട് തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന കാഴ്ചയാണ് നമ്മൾ ആ ഉപമയിൽ വായിക്കുക. തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ ഒരു മകൻ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ സാധാരണമായി നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുക ആ മകനെ അവിടെ നിന്നും ആട്ടിപ്പായിക്കും. ആ മകനെ ഒരു തരത്തിലും ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ അവൻ സമ്മതിക്കില്ല. എന്നാൽ ഈ ഉപമയിലെ ആ പിതാവ് ഒത്തിരിയേറെ സ്നേഹം കാണിക്കുന്ന ഒരു പിതാവാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയ്ക്ക് ഏറ്റവും ഉചിതമായ ഒരു ശീർഷകം നൽകുകയാണെങ്കിൽ ഒരുപക്ഷേ സ്നേഹം ധൂർത്തടിച്ച പിതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. തൻ്റെ സ്നേഹം അതുപോലെ ധൂർത്തടിച്ച ഒരു പിതാവിൻ്റെ ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക. തന്നെ ധിക്കരിച്ച് തൻ്റെ ഭവനത്തിൽ നിന്ന് പോയ ആ മകൻ എല്ലാ തരത്തിലും നാശത്തിലേക്ക് നിബന്ധിച്ച ആ മകൻ ഇതാ തൻ്റെ പക്കലേക്ക് തിരികെ വന്നിരിക്കുന്നു. ആ മകൻ ആ ഭവനത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ കാണുന്ന കാഴ്ച ദൂരേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന പിതാവിനെയാണ്. തന്നെ നഷ്ടപ്പെട്ടു പോയ മകൻ എന്തെങ്കിലും തിരികെ വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പിതാവിൻ്റെ മുഖമാണ് അവൻ അവിടെ കാണുവാൻ സാധിച്ചത്. ആ പിതാവിൻ്റെ മുമ്പിലേക്ക് ചെന്ന് അവൻ പറയുന്നുണ്ട്, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു, നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. എന്നാൽ ആ പിതാവ് പറഞ്ഞ മറുപടി പ്രിയമുള്ളവരെ നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. തൻ്റെ ദാസരോട് ആ പിതാവ് വിളിച്ചു പറയുകയാണ്, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവേൻ, ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവേൻ, കൊയ്ത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവേൻ, നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു, അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി.
പ്രിയമുള്ളവരെ, എല്ലാ തരത്തിലും ആ മകൻ ഒരു മൃതനായിരുന്നു. എല്ലാ സൗഭാഗ്യങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയവനായിരുന്നു. ആ പിതാവിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത പോലും നഷ്ടപ്പെടുത്തിയവനായിരുന്നു. എന്നാൽ ആ പിതാവിനെ സംബന്ധിച്ച് അവൻ്റെ തിരിച്ചുവരവ് ആ പിതാവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ്. തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ മകൻ ഇതാ തൻ്റെ മുമ്പിലേക്ക് തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരികെ വന്നിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ പിതാവ് സന്തോഷിച്ചു. അതുതന്നെയല്ലേ സ്വർഗസ്ഥനായ പിതാവ് നമ്മോട് പറയുന്നത്. ആരെങ്കിലും അനുതപിച്ച് അവൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞാൽ അതിൽ കൂടുതൽ സന്തോഷിക്കാൻ ഒന്നുമില്ല എന്ന്. ഒരു ഭാവിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ പശ്ചാത്താപത്തിലേക്ക് തിരികെ വന്നു എന്നതിനെ ഓർത്താണ് സന്തോഷിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തിരിച്ചറിവുകൾ നൽകുന്ന ഒത്തിരി സംഭവങ്ങളില്ലേ? നമ്മുടെ മുതിർന്നവരെ ധിക്കരിച്ച് അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറി നമ്മൾ ഓരോരുത്തരും പോകുമ്പോൾ നമ്മൾ നാശത്തിലേക്ക് നിബന്ധിക്കുന്ന നിമിഷങ്ങളിലല്ലേ നമ്മൾ ഓരോരുത്തരും നമ്മുടെ തെറ്റുകൾ തിരിച്ചറിയാറുള്ളത്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഇതുപോലെ സ്വീകരിക്കപ്പെടണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ തെറ്റുകൾ തിരുത്തുവാൻ നമ്മൾ തയ്യാറാക്കണം. ദൈവമേ, അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി. എന്നാൽ ഈ നിമിഷം എൻ്റെ തെറ്റുകൾ ഞാൻ തിരിച്ചറിയുന്നു. എന്നോട് പൂർണ്ണമായും ക്ഷമിച്ച് കരുണ കാണിക്കണമേ എന്ന കർത്താവിൻ്റെ മുമ്പിൽ അപേക്ഷിച്ചാൽ തീർച്ചയായും അവൻ നമ്മളെ ചേർത്ത് പിടിക്കും. ആ ഒരു ബോധ്യത്തോടെ കർത്താവിൻ്റെ സന്നിധി നമുക്കായിരിക്കാം. നമ്മുടെ തെറ്റുകൾ ഒരുബോധം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പകർന്നു നൽകാം. കർത്താവേ, അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. എൻ്റെ തെറ്റുകൾ ഞാൻ പൂർണ്ണമായും തിരിച്ചറിയുന്നു. എന്നോട് ക്ഷമിച്ച് എന്നെ അങ്ങയുടെ മകളായി വീണ്ടും സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. അതോടൊപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ അനുതാപത്തോടെ കടന്നു ചെന്നാൽ അവിടുന്ന് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല എന്ന് നമ്മുടെ മനസ്സിനെ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഏതൊരുവനും എത്ര വലിയ പാപിയാണെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ അവന് അവൻ്റേതായ ഒരിടമുണ്ട്. അതിന് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായ അനുതാപത്തിലേക്ക് കടന്നു വരിക. നമ്മുടെ ഓരോരുത്തരുടെയും തെറ്റുകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക. ആ തെറ്റുകൾ തിരിച്ചറിയുമ്പോൾ അത് തിരുത്തിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ വരുവാൻ തയ്യാറാവുക. തീർച്ചയായും അവിടുന്ന് നമ്മളെ ഏറ്റെടുക്കും, അവിടുന്ന് നമ്മളെ നയിക്കും. ആ കർത്താവിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.